ഹലോ ഗൈസ്, ഇത് മൊത്തത്തിൽ പനി പിടിച്ച ഒരാഴ്ചയായിരുന്നു ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ടൈം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ എന്നൊക്കെ വീഡിയോ ഇടാമെന്ന് പറയുന്നു, അതിന് പിറ്റേ ദിവസം തൊട്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളായിട്ട് പോകും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനാണെങ്കിൽ തീരെ ഒട്ടും വയ്യായിരുന്നു. 3-4 ദിവസം കുഞ്ഞിനെയും കൊണ്ട് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നിൽക്കുമായിരുന്നു. കുഞ്ഞിനൊന്ന് കുറഞ്ഞു വന്നപ്പോഴാണെങ്കിൽ അബിക്ക് തുടങ്ങി പനി. അബിക്കാണെങ്കിൽ 105 ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം കൂടുതലായിരുന്നു പനി. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ജീവൻ പോലും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ടയേർഡായി. ആദ്യം തന്നെ ഞങ്ങൾ ചെന്ന് കയറി കൊടുത്തത് മെഡിക്കൽ കോളേജിലേക്കാണ്. മെഡിക്കൽ കോളേജ് പീഡിയാട്രിഷ്യൻ കുഴപ്പമില്ല, പക്ഷേ ഇവനെ കാണിക്കാൻ ചെന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അവിടെ എടുക്കാൻ പറ്റില്ല, ഡെയിലി ഓരോ പനി എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലെയുള്ള കേസുകൾ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഹെൽത്ത് സെൻ്ററിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിക്ക് ഇരിക്കാൻ തീരെ പറ്റുന്നില്ല. നല്ല രീതിക്ക് തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പനി കൂടുതലായതുകൊണ്ട് അവർ പറഞ്ഞു ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഒരു 1 അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പേഷ്യൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 5 മണി വരെ ഹെൽത്ത് സെൻ്റർ ഉള്ളൂ. അപ്പോൾ അതുവരെ ഒബ്സർവേഷനിൽ വെക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. കുഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആക്റ്റീവ് ആകുന്നത്. പക്ഷെ എന്നാലും ബ്രസ്റ്റ് ഫീഡ് അധികം ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ പാല് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇതേപോലെ കളിക്കും, എന്നാലും പാല് കൂടി തീരെ ഇല്ലാത്തൊരു ലെവലിലേക്ക് വരുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ കുഞ്ഞിനെയും കളിപ്പിച്ച് അവിടെ ഇരുന്നു. ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ഒരു ബെഡിലായിരുന്നു. അബി വേറെ സെപ്പറേറ്റ് ഒരു ബെഡിലായിരുന്നു. കാരണം വെച്ചാൽ അവന് അത്യാവശ്യം പനിയുള്ളതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഞാൻ കുഞ്ഞിനെ കിടത്തിയില്ല. ബ്ലഡ് യൂറിനും ടെസ്റ്റ് ചെയ്തതിൽ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സേഫ് ആയിട്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം മഴയാണ്, കാലാവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മഴയാണെങ്കിൽ ഒരു ദിവസം വെയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സേഫ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.